പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നാം ധ്യാനിക്കുന്നത് റോമാലേഖനം 4:20. അവിടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. ആരെക്കുറിച്ചാണ്? നമ്മുടെ അബ്രാഹത്തെ കുറിച്ചിട്ടാണ്. പൂർവ്വപിതാവായ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. അപ്പോൾ ഒരു വാഗ്ദാനം നൽകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടല്ല, ബാങ്ക് ബാലൻസ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടല്ല ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അബ്രാഹാം വിശ്വസിക്കുന്നത്. അതാണ് പറയുന്നത്, വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. എന്നിട്ട് പറയാണ്, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. അതായത് നമ്മൾ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്കൊരു കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. ദൈവം നൽകുന്ന വാഗ്ദാനം. അച്ഛൻ നമ്മുടെ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിലേക്ക് ആയിരുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ മെസ്സേജ് പറയുമ്പോൾ ദൈവജനം പറയുന്നത് എങ്ങനെ വിശ്വസിക്കുക വെച്ചാ. പക്ഷേ പലരും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ, അവർ ശരിക്കും പ്രാർത്ഥിച്ച് ആരാധനയിലൊക്കെ കണ്ണീരോടെ പ്രാർത്ഥിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ശരിക്കും മെസ്സേജ് ഹൃദയം കൊണ്ട് സ്വീകരിക്കാനായിട്ടുള്ള ശക്തി, അതാണ് ശരിക്ക് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഹൃദയം കൊണ്ട് നമുക്ക് ഇത് സംഭവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് വിശ്വാസമില്ലാത്തവരെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും നമ്മുടെ മുൻപിലുള്ളത്. ഇതെങ്ങനെ സംഭവിക്കും എന്ന് നമ്മുടെ ഉള്ളിലേക്ക്, ഇതൊന്നും നടക്കണ കാര്യമല്ല എന്നൊരു 100,000 തവണ പറഞ്ഞാലും ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം എങ്ങനെയാണ് എന്നെ ചലിപ്പിക്കേണ്ടതെന്ന്. ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തിൽ നാം ശക്തി പ്രാപിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥന എങ്ങനെയാണ് വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്നത് ചിന്തിക്കണം. നാമമാത്രമായിട്ടാണോ? നമ്മൾ പറഞ്ഞ സ്വസ്ഥീകൃതാവിലൂടെ അല്ലെങ്കിൽ കുർബാന നാം ഒരു ഒരുക്കമില്ലാതെയാണോ ബലിയർപ്പിക്കുന്നത്? അച്ഛൻ ഈ ദിവസങ്ങളിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത, കുറച്ച് കുട്ടികൾ യൂത്തിൻ്റെ ഒരു ഗ്രൂപ്പ് മോർണിംഗിലൊക്കെ എഴുന്നേറ്റ് 4 ആകുമ്പോഴേക്ക് എഴുന്നേറ്റ് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പിനൊക്കെ അച്ഛനെ ഈ കാലയളവിൽ പരിചയപ്പെടാൻ പറ്റി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അച്ഛനത് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇൻസ്പിറേഷൻ? അപ്പോൾ പറയായിരുന്നു, അച്ഛൻ മോർണിംഗിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ് അവർ പറയുന്നത്. വിശ്വാസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം തന്നെ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും. വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒന്നുപോലും വിഫലമാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ പല വാഗ്ദാനങ്ങളും അത് ബ്ലോക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കാത്തതാണ് അതിൻ്റെ കാരണം. ദൈവമേ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.